വെൽക്കം ബാക്ക് ടു ഫാഷൻ ഡോട്ട് ചാനൽ. ഇപ്പോൾ നമ്മളുടെ പ്രിൻസസ് കട്ടിൻ്റെ വേരിയൻ്റ് എല്ലാം ഓരോ ഷേപ്പും നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു എന്നാണ് നോക്കുന്നത്. അതുപോലെ ഷേപ്പ് ഡിയുടെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഷേപ്പ് ഡിയുടെ ഷേപ്പ് നോക്കിയാൽ അറിയാം ആം പോർഷൻ അതുപോലെ നെക്ക് പോർഷൻ്റെ വിഡ്ത്ത് കുറച്ച് ചേഞ്ച് ആവും. സോ ഇത് കപ്പിൻ്റെ ഷേപ്പ് നമ്മൾക്ക് കറക്റ്റായി എടുത്തു തരും. ചില ക്ലയൻസ് ഏത് തരത്തിലുള്ള പാറ്റേൺസ് ആണോ ഇഷ്ടപ്പെടുന്നത് അത് ഡീഫോൾട്ടായി സെറ്റ് ചെയ്യാനാണ് നമ്മളുടെ ടൈലറിംഗ് കാർഡ് സോഫ്റ്റ്വെയറിൽ മൊത്തം 8 ഡിഫറെൻറ്റ് ഷേപ്സ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്തു. ഇതിലും സെയിം നമ്മളുടെ സ്റ്റിച്ചിങ് നോച്ചസ് ഉള്ളതുകൊണ്ട് ആ നോച്ചസ് മാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതിയാവും. എല്ലാ ഷേപ്പിനും ബാക്കിന് കോമൺ ആയി ഒരേ ഒരു ബ്ലാക്ക് കളർ പീസ് മാത്രം വെച്ച് നിങ്ങൾക്ക് കമ്പാരിസനായാണ് വെച്ച് കാണിക്കുന്നത്. ഇപ്പോൾ ഇത് നോക്കിയാൽ നമ്മളുടെ അലവൻസസോടുകൂടി സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതിയാവും. ഇതിനും മുകളിലുള്ള പോർഷനും എക്സ്ട്രാ ഒന്നും തന്നെ വരില്ല. ബോട്ടം മാത്രം ലൈറ്റ് ക്രോപ്പ്. സോ എല്ലാ പാറ്റേൺസിലും ഷേപ്പിലും നോക്കിയാൽ ബോട്ടം മാത്രം ജസ്റ്റ് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ മെഷർമെന്റിൽ കുറച്ച് എക്സസ് ആയി കൊടുക്കും. അതുകൊണ്ട് കസ്റ്റമറിന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു പോയിന്റ് കറക്റ്റായി എടുക്കാൻ പറ്റും. ഇപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് പോർഷൻ വെച്ച് നമ്മൾക്ക് മെഷർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം കറക്റ്റായി 1/2 ഇഞ്ച് അലവൻസ് നമ്മൾക്കുണ്ടാവും. ഇതിൽ തന്നെ നമ്മൾക്ക് ഏത് ടൈപ്പ് ബെൽറ്റ് വെച്ചാണോ ഫിനിഷ് ചെയ്യുന്നത് ആ ബെൽറ്റ് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും. നെക്സ്റ്റ് വീഡിയോയിൽ ഷേപ്പ് ഇ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുന്നു സ്റ്റിച്ച് ചെയ്യുന്നു എന്ന് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.